താങ്കളിലേക്ക് വരാം. ശ്രീ അനൂപ് വി ആർ, ഈ ഒരുപക്ഷെ ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഐക്യ നീക്ക ശ്രമങ്ങൾ, അതിനോട് ചേർന്നുകൊണ്ട് ഇരു സമുദായ നേതാക്കളും നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ അങ്കലാപ്പിലാക്കിയത് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ UDF-നാണെന്ന് പറയാം, പ്രത്യേകിച്ച് കോൺഗ്രസിന്. അതിന് കാരണം ഈ രണ്ട് സമുദായ നേതാക്കളും അവർ ഈ ഐക്യ നീക്കങ്ങൾ ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ഏറ്റവും രൂക്ഷമായി ആക്രമിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയായിരുന്നു. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങേണ്ടവരല്ല രാഷ്ട്രീയക്കാർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും തുടർന്നുണ്ടായിട്ടുള്ള പല പരാമർശങ്ങളുമൊക്കെ സ്വാഭാവികമായും ഈ സമുദായ നേതാക്കളെ പ്രകോപിപ്പിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സമദൂരം എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്ന് മാറി SNDP-യുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ NSS ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങൾക്കായിരിക്കും എന്ന് വേവലാതിപ്പെട്ടിട്ടുണ്ട് UDF എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാകില്ലല്ലോ. അങ്ങനെ വലിയ സമ്മർദ്ദം സുകുമാരൻ നായർക്ക് മേലുണ്ടായെന്നും അദ്ദേഹത്തിന് ഈ ഒരു നിലപാടുമായി NSS പോയാൽ NSS-ന് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയെന്നും ഇതൊരു നഷ്ടക്കച്ചവടമാകും NSS-ന് എന്നൊക്കെ അദ്ദേഹത്തിന് പലരും ഉപദേശിച്ചു എന്നുമൊക്കെയാണ് പിന്നാമ്പുറ കഥകൾ വരുന്നത്. NSS-ന്റെ പിന്മാറ്റത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ കൂടി ഇടപെടലുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? അല്ല, അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഒരു സ്വതന്ത്ര സമുദായ സംഘടന എന്നുള്ള നിലയിൽ SNDP-ക്കോ NSS-നോ അവരുടെ നിലപാട് സ്വീകരിക്കാം. അതിനു മുൻപ് ചില കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇവിടെ CPM-ൻ്റെ പ്രതിനിധി ബഹുമാന്യനായ ഡോക്ടർ ഗോപൻ അദ്ദേഹം ചരിത്രത്തേക്ക് ഉദ്ധരിച്ച് നടത്തി വിശദമായ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൽ ചരിത്ര വസ്തുതകളുണ്ട്. പക്ഷേ എല്ലാ ചരിത്ര വസ്തുതകളും അതിലില്ല. അതുകൂടി ചർച്ച ചെയ്ത് വേണം ഈ ചർച്ച മുന്നോട്ട് പോകാൻ. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സാമുദായികമായി സംഘടിക്കുന്നതിന് പകരം തൊഴിലാളി വർഗത്തെ അണിനിരത്തി അങ്ങനെ വർഗാടിസ്ഥാനത്തിൽ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് അനുകൂലിക്കുന്ന ആളുകളാണെന്ന്. ഇതൊക്കെ പറയുന്നത് CPM-ൻ്റെ കാപട്യാണെന്നേ. സാമുദായികമായ സംഘാടനത്തെ എതിർക്കുന്നു എന്ന് എല്ലാ ഘട്ടത്തിലും പറയുകയും ഇത്തരം സാമുദായിക സംഘടനകളെ എല്ലാ ഘട്ടത്തിലും വളരെ തുടക്കം മുതലേ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഉണ്ടാകുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വളരെ ക്ലാരിറ്റി ഉണ്ട്. കോൺഗ്രസ് സമുദായങ്ങൾക്ക് സാമുദായികമായ സംഘാടനത്തിന് സാമുദായികതയ്ക്ക് എതിരല്ല. സാമുദായിക എന്ന് പറയുമ്പോൾ ഗോപികൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മലയാളത്തിൽ കമ്മ്യൂണലിസം എന്ന് പറയുമ്പോൾ വർഗീയത എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് സാമുദായികതയാണ്. സാമുദായികതയും വർഗീയതയും രണ്ടാണ്. ഒരു സാമുദായികമായി സംഘടിക്കുക, ഒരു സമുദായത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്നൊക്കെ പറയുന്നത് സാമുദായികയാണെങ്കിൽ അതിന് ഞങ്ങൾ എതിരല്ല. അതേസമയം വർഗീയമായ താല്പര്യങ്ങളിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ആര് മുന്നോട്ട് വെച്ചാൽ അതിനെ എതിർക്കുകയും വേണം. അപ്പം ഞാനിവിടെ പറയാൻ കാരണം, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുദീർഘമായ ചരിത്രത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇവർ സമുദായ സംഘടനകളുമായൊന്നും അത്തരം ബന്ധം പുലർത്തുന്ന ആളുകളല്ല. ഞങ്ങളെല്ലാ ഘട്ടത്തിലും സമുദായ സംഘടനകൾ എതിർത്തിട്ടുള്ള ആളുകളാണ്, കോൺഗ്രസിനെയാണ് അനുകൂലിച്ചതെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഏകപക്ഷീയമായ വായന മാത്രമാണ്. ചില കാര്യങ്ങളുണ്ട്. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുമ്പോൾ കോൺഗ്രസിനെതിരായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഞാൻ ഈ അന്തരിച്ച G. ജനാർദ്ദന കുറുപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയിൽ പറയുന്നുണ്ട്, അന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ക്രിസ്ത്യൻ സമുദായത്തോടാണ് കൂടുതൽ ചായ്വ് കാണിക്കുന്നത്. പിന്നെ ശബരിമലയിൽ അഗ്നിബാധയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇടഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ തോപ്പിൽ ബാസി അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്, മന്നത്ത് പത്മനാഭനെ. അപ്പോൾ തോപ്പിൽ ബാസിയോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കൊള്ളാവുന്ന ചില നായർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്, നിങ്ങൾക്കാണ് എനിക്ക് വോട്ട്. അപ്പോൾ തോപ്പിൽ ബാസി പറയുന്നുണ്ട്, അതുകൂടി പറയണല്ലോ, എനിക്ക് നായർ എന്നുള്ള നിലയിൽ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ നീയും അത് പറഞ്ഞ് ബാസിയും കൊള്ളാവുന്ന ഒരു നായരാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഈ കൊള്ളാവുന്ന നായന്മാർ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ കൂടി വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നതാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. അപ്പോൾ എനിക്ക് ഗോപികൃഷ്ണനോട് പറയാനുള്ളത്, അദ്ദേഹം വിശദമായി ക്ലാസ് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ ക്ലാസ്സിനകത്ത് അങ്ങ് കയറി ചോദിക്കണം. ഈ ക്ലാസ് ഏകപക്ഷീയമായ ക്ലാസ് ഞങ്ങളെ സംബന്ധിച്ച് സാധ്യമല്ല. അതായത് താങ്കൾ ഈ പറഞ്ഞതിൽ ഞാൻ അദ്ദേഹം സുദീർഘമായി ക്ലാസ് എടുത്തുകൊണ്ട് അദ്ദേഹം ശ്രീനാരായണീയ ദർശനത്തെക്കുറിച്ചും SNDP രൂപീകരിക്കുമ്പോഴുണ്ടായിരുന്ന ആശയ ആദർശങ്ങൾ എന്താണെന്നും അവർ ദീർഘവീക്ഷണത്തോടെ ഏത് മൂല്യങ്ങളെക്കുറിച്ചാണ് ഗുരുദേവൻ സംസാരിച്ചത് എന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ നടത്തിയ പരാമർശം. പിന്നെ ശ്രീ അനൂപ്, അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ചരിത്രത്തിലെ കാര്യം. വിമോചന സമരകാലത്ത് സമുദായ സംഘടനകൾ എടുത്ത നിലപാടുകളെ സംബന്ധിച്ച് ഡോക്ടർ PK ഗോപൻ പറഞ്ഞു. പിന്നെ താങ്കൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അത് മതനിരാസത്തിൻ്റെതാണ്.
അത് മതാതീതം, അത് മതനിരാസത്തിൻ്റെതാണ്. മതത്തിനപ്പുറത്ത് ഈ തൊഴിലാളി വർഗങ്ങളുടെ ഐക്യമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അവരുടെ ഐഡിയോളജി അങ്ങനെയുള്ളതാണ്. അതിന് നമ്മൾ എന്തിനാ തർക്കം ഉന്നയിക്കുന്നത്? അതേസമയം തന്നെ ഇപ്പോൾ അത് ഈ സമകാലിക സാഹചര്യങ്ങളിൽ അതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് താങ്കൾ പറഞ്ഞോളൂ, ഞാൻ അംഗീകരിക്കാം. പക്ഷെ ഡോക്ടർ പി.കെ. ഗോപൻ പറഞ്ഞ വസ്തുതാപരമായ കാര്യങ്ങളെ നമ്മൾ ഗണ്ണിക്കേണ്ടതില്ലല്ലോ. അല്ല, വസ്തുത, ചില പൊതുവസ്തുതകളുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, വൈക്കം, നവോത്ഥാന മൂവ്മെൻറ്റ്, അതിനെക്കുറിച്ചൊന്നും നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ തിരുകുന്നത് പോലെ ഞങ്ങൾ ഈ സമുദായ സംഘടനകളുടെ ഒന്നും സൗജന്യം സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് ആണെന്ന് ഭംഗീന്ദ്രയോട് പറയുമ്പോൾ മറ്റേ ചരിത്രം കൂടി ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണ്ടേ ഗോപികൃഷ്ണൻ? അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, അപ്പോൾ 1957 ഇവരൊക്കെ പറയുന്ന ബാലറ്റ് പേപ്പറിലൂടെ ആദ്യ അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് NSSന്റെ മന്നത്ത് പത്മനാഭന്റെ കൂടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നതാ. പിന്നെ മന്നത്ത് പത്മനാഭൻ ഇവരുമായി പിണങ്ങുന്നത് ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന NSSന്റെ കോളേജുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിലൂടെയൊക്കെയാണെന്നേ. ഇപ്പൊ കേരള കൗമുദിയുടെ പത്രാധിപർ സുകുമാരന്റെ പ്രസംഗമുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ഇവരങ്ങ് ഞങ്ങൾ എല്ലാ കാലത്തും ജാതി സംഘടനകളെ എതിർത്തുന്നവരാണ്, കോൺഗ്രസ് ജാതി സംഘടനകൾ അനുകൂലിച്ചുന്നവരാണെന്നൊക്കെ അത്തരമൊരു നരേറ്റീവ് രൂപപ്പെടുത്ത വളരെ അങ്ങനെ ധരിച്ചു വെച്ച് നിഷ്കളങ്കമായി അങ്ങനെ ധരിക്കുന്ന ആളുകളുണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വസ്തുതയായി മുന്നോട്ട് പോകണം, വസ്തുത പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന്. അതേസമയം ഇദ്ദേഹം പറഞ്ഞു വിമോചന സമര കാലത്ത് ഈ പറയുന്ന NSS SNDP എതിർത്തു എന്ന് പറയുമ്പോൾ അന്ന് RSSന്റെ നിലപാട് എന്താണെന്ന് അറിയോ? EMSന്റെ ഗവൺമെന്റ് ഒരു ഹിന്ദു ഗവൺമെന്റാണ്, ന്യൂനപക്ഷങ്ങളാണ് അതിന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ രാഷ്ട്രീയമായ ചരിത്രമുണ്ട്. അപ്പൊ ചരിത്രത്തിനകത്ത് അത്തരം ധാരകളെ കൂടി മുന്നോട്ട് അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുകൂടി ചർച്ച ചെയ്തുകൊണ്ട് പോവാം. താങ്കൾ പറഞ്ഞ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതനിരാസത്തിന്റെ ഐഡിയോളജിയാണ്, അതിന്റെ പ്രത്യയശാസ്ത്ര പരിസരം അങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ തമ്മിൽ ഒരു തർക്കവുമില്ല. പക്ഷേ പ്രയോഗതലത്തിൽ, അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പറയുമ്പോഴും അത് പ്രയോഗത്തിൽ അനുവർത്തിക്കുന്ന അവരുടെ നിലപാടും പ്രയോഗവും അവരുടെ ദർശനവും പ്രയോഗവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അത് ബലത്തിൽ കാപഢ്യമായി കേരളീയ പൊതുസമൂഹത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറയാം, കോൺഗ്രസ് രൂപപ്പെടുന്നത് ഈ സാമുദായികതയെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ വ്യത്യസ്ത സമുദായങ്ങൾ ഒരുമിച്ച് തന്നെ ചരിത്രമാണ്. അതുപോലെ തന്നെ SNDPയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ SNDPയുടെ 2 ജനറൽ സെക്രട്ടറിമാരും മുഖ്യമന്ത്രിയാക്കിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. തിരുകൊച്ചിയിൽ C കേശവനെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കുന്നു, R ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്നു. NSSന്റെ ചരിത്രം പരിശോധിച്ചാൽ മന്നത്ത് പത്മനാഭനെ പോലെയും K കേളപ്പനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിലൂടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കൂടി ഭാഗമായിരുന്നു. അപ്പോൾ ഈ 2 സമുദായ സംഘടനകളുമായി ഞങ്ങൾക്ക് നാഭീനാള ബന്ധമുണ്ടായിട്ടുണ്ട്. ഒരേ സമയം കോൺഗ്രസിലും ഈ സമുദായ സംഘടനയിലും പ്രവർത്തിച്ചൊരു ചരിത്രമുണ്ട്. പക്ഷേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ഇത്തരം ഒരു സാമുദായികതയെ അഡ്രസ് ചെയ്യുന്നു, സാമുദായികതയോടുള്ള സമീപനം എന്നൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് പലപ്പോഴും അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളുണ്ടെന്നേ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ചരിത്രം പറയുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം, ആ വിഷയത്തിലേക്കാണ് വരുന്നത്. ഞാൻ സമീപകാല ചരിത്രമാണ് പറയുന്നത്. ഇവിടെ അന്തരിച്ചുപോയ ബിഷപ്പ്, അദ്ദേഹം നമുക്കറിയാലോ, ഈ പറയുന്ന ബിഷപ്പ് ചിറ്റലപ്പള്ളിക്കെതിരെ പിണറായി വിജയൻ നടത്തിയൊരു പ്രസ്താവന ഉണ്ടല്ലോ. ആ പ്രസ്താവനയുടെ പശ്ചാത്തലം എന്തായിരുന്നു? മത്തായി ചാക്കോ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന CPIMന്റെ സഖാവായിരുന്ന മത്തായി ചാക്കോ അദ്ദേഹത്തിന്റെ അന്ത്യനാളിൽ സ്ഥൈര്യലേപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് എന്ന് പറയുന്ന ആൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, മാന്യനെന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു മഹാൻ വന്ന് നുണ പ്രചരിപ്പിക്കുന്നു, അദ്ദേഹത്തെ നികൃഷ്ട ജീവി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയൻ. അതേ പിണറായി വിജയനെ ഒരു വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് പിണറായി വിജയൻ വിശ്വാസിയാണെന്ന് പറയുന്നുണ്ട്. പിണറായി വിജയൻ വിശ്വാസിയാണോ? അല്ല എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം എതിർക്കുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വിശ്വാസം, വിശ്വാസികൾ, സമുദായം, സാമുദായികത ഇതിനൊന്നും ഞങ്ങൾ എതിരല്ലാന്നേ. ഇപ്പം SNDPക്ക് NSSനും അതിന് നിലപാടുണ്ട്. അവർ 2 സമുദായ സംഘടനകൾ, നായർ ഈഴവ സംഘടനകൾ ഐക്യത്തോടു കൂടി നിൽക്കണം എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതേസമയം നായർ തൊട്ട് നസ്രാണി വരെ ഐക്യത്തോടു കൂടി നിൽക്കുകയും മുസ്ലിമിനെ അപ്പുറത്താക്കുകയും ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കീഴ്പ്പെടുത്താൻ വരികയാണ്, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ മുസ്ലിങ്ങളെ അപരസ്ഥാനത്ത് നിർത്തി ശത്രുസ്ഥാനത്ത് നിർത്തിയുള്ള ഐക്യം പറഞ്ഞാൽ ആര് പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും. ഞങ്ങളുടെ ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങളുടെ പേരിലാണ് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇനിയും എതിർക്കും, ഇനി എന്നെ പിന്നിൽ നിന്ന് കുത്തിയാലും ഞാനത് വീരോചിതമായി ഇതിന് ഞാൻ നേരിടുക തന്നെ ചെയ്യും, അതല്ല ഇനി ആര് എന്ത് നിലപാടെടുത്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ VD സതീശന് വലിയ പിന്തുണ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കണ്ടില്ല ആ സമയത്തൊന്നും. ശ്രീ അനൂപ് BR.
അല്ല അത് ഗോപികൃഷ്ണൻ അങ്ങനെ പറയരുത് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഓരോ നേതാക്കന്മാർക്കും അവരുടെ ഭാഷയുണ്ട്, ശൈലിയുണ്ട്. യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ചെയർമാൻ, യു ഡി എഫിൻ്റെ മുന്നണി സംവിധാനത്തിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഈ ചോദ്യങ്ങളെ ആദ്യമായി അഭിമുഖീകരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക്, എപ്പോഴും ഇതിന് മറുപടി പറയേണ്ട ആളെന്നുള്ള നിലയ്ക്ക് കൂടുതൽ തവണ വി.ഡി. സതീശൻ ആവർത്തിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, അദ്ദേഹം ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണ്, ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇതിനോട് സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശിവഗിരിയിൽ നടന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു ശിവഗിരിയിൽ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് കെ.സി. വേണുഗോപാൽ അടിവരയിട്ട് വെള്ളാപ്പള്ളി നടേശന വേദിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശനിരിക്കുന്ന, പിണറായി വിജയനിരിക്കുന്ന വേദിയിൽ കെ.സി. വേണുഗോപാലിനെ പോലെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് വളരെ കൃത്യമാണ്. ഓരോ നേതാക്കന്മാരും അവരവരുടെ ശൈലിയിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.